അസ്സലാമു നമസ്കാരം. ഇറ്റ്സ് മീ റൈഹാന ജാഫർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കൊക്കെ നമുക്ക് തേങ്ങാച്ചോറും ബീഫ് കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് എടുക്കുമ്പോൾ എപ്പോഴും ചീരുള്ളി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി കറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 കിലോയോളം ബീഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ മുടിയാഴ്ചയിൻ്റെ ഇറച്ചി കിട്ടിയതാണ്. അപ്പോൾ വേവ് കുറവുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബീഫാണ്. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു തക്കാളിയാണ്, ഒരു മീഡിയം സൈസ് തക്കാളി, അത് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് കേട്ടോ, സവാള, അതും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി അങ്ങനെ ഇട്ടതാണ്, ചതച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏകദേശം 20-25 ചീരുള്ളി, അത് കൊച്ചുള്ളി എന്ന് പറയും. അത് നമ്മൾ കട്ട് ചെയ്യൊന്നും ചെയ്യാതെ അങ്ങനെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഒരു 3-3.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ കൈ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് എല്ലാം കുക്കറിൽ ഇതുപോലെ ഒന്നും അരിഞ്ഞ് ചതക്കൊന്നും ചെയ്യാതെ കുക്കറിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പം നമുക്കത് പെട്ടെന്ന് കറിയാക്കി എടുക്കാനും പറ്റും. എന്നാലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതല്ല ബീഫ് വരട്ടി പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ തന്നെ കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ബീഫ് വരട്ടിയത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറിയാക്കാനാണ്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില നമുക്ക് ഇതുപോലെ ഒന്ന് ഊരിയിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളിത് വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് ഉണ്ടാവും കേട്ടോ. ഇത് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 4 വിസിൽ അടിക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവ് കുറവുള്ള നമ്മുടെ മുടിയാഴ്ചയിൽ കിട്ടിയ ഇറച്ചിയാണ്. അപ്പം കുറച്ച് വേവ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുടുക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കുടുക്കയിലാണ് നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയും. എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റെസിപ്പി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളം കണക്കിനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം 1 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 2.5 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് 2.5-3 ഗ്ലാസോളം വെള്ളം എടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് ചീരുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീരുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ തേങ്ങാച്ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തേങ്ങയാണ്, ഞാനത് ഏകദേശം ഒരു അരമുറി തേങ്ങ ഉണ്ട്. അപ്പോൾ ആ തേങ്ങ ചിരകിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച് അളന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ബീഫും തേങ്ങാച്ചോറൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 2.5 ഗ്ലാസ് വെള്ളമാണ്, 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
അപ്പോഴേക്ക് നമ്മുടെ ബീഫൊക്കെ 4 വിസിലൊക്കെ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുറന്ന് നോക്കുകയാണ്, ബീഫൊക്കെ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നാലും ബീഫിൽ നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ല കറിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെന്തോന്നൊക്കെ നോക്കിയിട്ട് നമുക്കിതൊന്ന് തൂമ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ഈസി ആയിട്ട് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് തൂമ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചീരുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാൻ കുറച്ച് ചീരുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, തേങ്ങാച്ചോറ് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ആ വെള്ളത്തിലേക്ക് 1 സ്പൂണ് ഉലുവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഓർമ്മയായപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ നല്ല തേങ്ങാച്ചോറും അതിലേക്ക് നല്ല ബീഫ് കറിയും നല്ല കോമ്പിനേഷനാണല്ലേ. അപ്പം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അവസാനമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറും ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പപ്പടും ഒരു സൈഡിൽ ഒരു അച്ചാറും കൂടെ ആയ അടിപൊളിയായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.